റിവ്യൂ ബോംബിങ്ങിനെതിരെ നിയമ നടപടിക്ക് ഫിലിം ചേംബർ. സിനിമയെ തകർക്കുന്ന റിവ്യൂ അനുവദിക്കില്ലെന്ന് പ്രസിഡന്റ് അനിൽ തോമസ് പറഞ്ഞു. സർക്കാരിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. അശ്വന്ത് ഗോക്ക് മാധവ് സുരേഷിനെ അധിക്ഷേപിച്ചു. അശ്വന്ത് ഗോക്കിനെതിരെ സൈബർ പോലീസിനെ സമീപിക്കുമെന്നും അനിൽ തോമസ് പറഞ്ഞു. വിവരങ്ങളുമായി സൈഫുനിസ അലിയാറാണ് ചേരുന്നത്. സൈഫുനിസ, ഒരു വേള ഈ സിനിമാ വ്യവസായത്തിന്റെ കടക്കൽ തന്നെ കത്തിവെക്കുന്നത് പോലെയാണ് ചിലരുടെ റിവ്യൂ. അത് റിവ്യൂ ബോംബിംഗ് എന്നുള്ളത് അത്രയേറെ ഉചിതമായ വാക്ക് തന്നെയാണ്. അപ്പം നിലവിൽ ഇതിനൊക്കെ ഒരു തടയിടുവാനുള്ള നീക്കങ്ങളിലേക്കാണല്ലോ നിലവിൽ ഫിലിം ചേംബർ കടന്നിരിക്കുന്നത്. എന്താണ് അവരുടെ ആലോചനകൾ? ഏത് തരത്തിലായിരിക്കും ഈ നടപടികൾ? തീർച്ചയായും ശ്യാമിലി, റിവ്യൂ ബോംബിങ്ങിനെതിരെ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഫിലിം ചേംബർ ഇന്ന് ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിൽ ആദ്യപടിയായി ഈ വിഷയങ്ങൾ സർക്കാരിൻ്റെ മുൻപിൽ ബോധ്യപ്പെടുത്തും എന്നുള്ളതാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം അശ്വന്ത് ഗോക്ക് മാധവ് സുരേഷിനെയും മാധവ് സുരേഷ് അഭിനയിച്ച സിനിമയെയും വലിയ രീതിയിൽ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് റിവ്യൂ ചെയ്യുകയും പിന്നീട് അവർ വാർത്താസമ്മേളനം നടത്തിയപ്പോൾ അതിന് മറുപടി നൽകിക്കൊണ്ട് സഭ്യമല്ലാത്ത ഭാഷയിൽ ഒരു വീഡിയോ പുറത്തിറക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അശ്വന്ത് ഗോക്ക് മാധവ് സുരേഷിനെ വലിയ രീതിയിൽ അധിക്ഷേപിച്ചു എന്നും സിനിമാ പ്രവർത്തകരുടെയും സിനിമയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ അഭിനേതാക്കളുടെ ആണെങ്കിലും നിർമ്മാതാവിൻ്റെ ആണെങ്കിലും സംവിധായകൻ്റെയൊക്കെ ആത്മവിശ്വാസത്തെ തകർക്കുന്ന രീതിയിൽ, അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ അവരെ ആത്മവിശ്വാസത്തെ തകർക്കുന്ന രീതിയിൽ നടത്തുന്ന ഇത്തരം റിവ്യൂ ബോംബിങ്ങുകൾക്കെതിരെയാണ് ഇന്ന് ഫിലിം ചേംബർ നടപടിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ആദ്യപടി എന്നോണം അശ്വന്ത് ഗോക്കിനെതിരെ സൈബർ പോലീസിൽ പരാതി നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോഴും ആ വീഡിയോ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. സിനിമാ പ്രവർത്തകരെ മുഴുവൻ വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ടാണ് ആ വീഡിയോ തുടങ്ങുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ അശ്വന്ത് ഗോക്കിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെടും. ഈ സിനിമയുടെ റിവ്യൂവിന് വേണ്ടി പണം വാങ്ങി എന്ന രീതിയിൽ നിർമ്മാതാവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മറ്റ് നിർമ്മാതാക്കളുടെ ഒന്നും പരാതി അതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടില്ല. അക്കാര്യത്തിൽ കൂടുതൽ ഒരു അന്വേഷണം നടത്തണം. കാരണം ഇത്തരം രീതിയിൽ പണം വാങ്ങി റിവ്യൂ നടത്തുന്ന ആളുകൾ ഉണ്ട്. പെയ്ഡ് പ്രൊമോഷൻ നടക്കുന്നുണ്ട്. അത്തരം മോശം പ്രവണത സിനിമാ മേഖലയിൽ നിന്ന് തന്നെ വന്നതാണ്. അതിപ്പോൾ വലിയ രീതിയിൽ പണം നൽകാത്തവർ ഈ രീതിയിൽ മോശം പ്രചാരണം നടത്തുകയും സിനിമയെ തകർക്കുന്ന രീതിയിലേക്ക് റിവ്യൂകൾ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അശ്വന്ത് ഗോക്ക് പണം വാങ്ങിയോ ഇല്ലയോ എന്നുള്ളത് നിർമ്മാതാവ് തെളിയിക്കേണ്ടതാണ്. പക്ഷേ സംഘടന എന്ന നിലയിൽ സംഘടനയുടെ കീഴിലുള്ള അംഗങ്ങളെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ മോശമായി ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്ന രീതിയിലുള്ള ഇത്തരം പ്രവണതകൾക്കെതിരെ നിയമ നടപടി തന്നെ സ്വീകരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ആദ്യപടി എന്നോണായിരിക്കും സൈബർ പോലീസിൽ പരാതി നൽകുന്നത് അശ്വന്ത് ഗോക്കിനെതിരെ. ശരി, സൈഫുനിസയാണ് വിവരങ്ങൾ നൽകിയത്.